എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോർലാൻഡ് 2 എന്ന അനിമയുടെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ടീംസ് യുഹാവോ അവരുടെ സെക്കൻഡ് റൗണ്ടാണ്. ഷുയും ഫാനും വിലയിരുത്താൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് എൽഡർ ഷുവാൻ എന്ന പേരുള്ള ഒരാൾ വരുന്നത്. ആൾറെഡി ഷുവാങ് എന്നൊരു പേരുള്ളതുകൊണ്ട് ആ എൽഡർ അയാൾ ഉള്ളതുകൊണ്ട് തന്നെ മാറിപ്പോകാതിരിക്കാൻ എൽഡർ യുവാൻ എന്ന് പറയാം. എൽഡർ യുവാൻ അതിലെ ഓരോ ടീംസ് അവരുടേതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. ഷൂയിനെ ഇന്നർ കോർട്ടിൽ പഠിപ്പിക്കാനായിട്ട് വിളിച്ചിരുന്നു, എന്നാൽ അത് സമ്മതിച്ചിരുന്നില്ല. അത് മെൻഷൻ ചെയ്യാണ്. വേൾഡിലെ ബെസ്റ്റ് സോൾ മാസ്റ്റേഴ്സ് അക്കാഡമി, അവിടെ ഒരു മൂൾസ്റ്റർ ടീച്ചറും കൂടെ വേണമായിരുന്നു. ഷൂയി ഫാനിനോട് ബാക്കി പറയാൻ തുടങ്ങി. ഒരു ടീച്ചറിന്റെ ലക്ഷ്യം അവരെ ഗ്രാൻഡ് സോൾമെന്റ് മാസ്റ്റേഴ്സ് ആക്കുക എന്നല്ല, അവരെ നല്ലൊരു സോൾ മാസ്റ്റർ ആക്കുക എന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിനെ പഠിപ്പിക്കുന്നതല്ലേ, ഞാൻ സപ്പോർട്ടായിട്ടുണ്ടാകും എന്ന് ഫാനുവിൻ്റെ ആഗ്രഹം ഫ്യൂച്ചറിലെ ഗാർഡിയൻ സ്പിരിറ്റ് ഡിവിഷൻ അത് നഷ്ടപ്പെടരുത് എന്നതാണ്. അതിനുശേഷം അവരുടെ ആ മാച്ച് അതും സ്റ്റാർട്ടായി. അവർ ഇൻട്രോ കൊടുത്ത് ഓപ്പോസിറ്റുള്ളത് ക്ലാസ് 1 തന്നെ സെക്കൻഡ് ഇയർ ആണ്. ടൈലോങ് ടിംബ, ആ തടിയുള്ളാണ് ആളും ഹുവാനിയും. മറ്റേ രണ്ടുപേരും ബ്രദേഴ്സാണ്, കാരണം ഇവരുടെ മാർഷൽ സോൾ എല്ലാം സെയിം തന്നെയാണ്. അവർ സോൾഡറിങ് എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഇത് പെട്ടെന്ന് തീർക്കാം. യുഹാവ് സ്പിരിച്വൽ ഡിറ്റക്ഷൻ കൊടുത്ത് അവർ ജമ്പ് ചെയ്യില്ല എന്ന് വിചാരിച്ചെങ്കിലും അവൻ ജമ്പ് ചെയ്തു. അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി. ഇല്ലായിരുന്നെങ്കിൽ സ്റ്റിക്കർ ആയനി. ഹുവാനിയും വാങ്ഡോങ്ങിനെയും മറ്റേ രണ്ടുപേരും ബാക്കിയുള്ളവരെയും അറ്റാക്ക് ചെയ്യുന്നു. അല്പം ഹാർഡാണ്. അപ്പോഴാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് വാങ്ഡോങ് എത്തുന്നത്. വാങ്ഡോങ്ങിനെ വളഞ്ഞു തെറ്റിന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, എന്നാൽ അവൻ നിഷ്പ്രയാസമില്ല, എതിർക്കുകയാണ്. ശൗശൗ നല്ലൊരു ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്, എന്നാൽ ആ വെയിറ്റ് അത് അവൾക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്പിരിറ്റ് അറ്റാക്ക് ഉപയോഗിച്ച് കൺട്രോൾ തെറ്റിച്ച് പിന്നെ വാങ്ഡോങ്ങിനെ അടിച്ച് തെറിപ്പിക്കുന്ന സമയത്ത് ശൗശൗ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അവരടുത്ത മൂവിനായിട്ട് നിന്നപ്പോൾ വാങ്ഡോങ് ഇത് താമസിച്ചു പോയി എന്ന് പറഞ്ഞ് ലൈറ്റ് ബട്ടർഫ്ലൈ എന്ന രണ്ടാമത്തെ സ്കില്ല് അത് ഉപയോഗിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. അവരെ അങ്ങനെ പുറത്താക്കി. ഹുവാനി വാങ്ഡോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ശൗശൗ പിന്നും തടയുന്നു, എന്നാൽ അത് അധിക നേരം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ മാർഷൽ സോളിനെ തന്നെ തിരിച്ചറിയാണ്. അവളുടേതായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാറ്റി. പിന്നെ യുഹാബാനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ അവൻ്റെ കോസ്റ്റ്ലി ട്രീസ് ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആനയുടെ തുമ്പിക്കൈണ്ട് വെച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നു, എന്നാൽ യുഹാവ് അപ്പോൾ തന്നെ ശൗശൗവിനെ മാറ്റി. എന്നാൽ അതൊന്നും അവനെ അടിക്കുന്ന പോലെ വന്നെങ്കിലും ഹുവാനി തെറിച്ചുപോയി. നോക്കുമ്പോൾ അത് ഫാനു എന്നാൽ അവിടുത്തെ റൂൾസിന് എതിരായതുകൊണ്ട് തന്നെ അത് നോക്കുന്ന ടീച്ചർ വന്നിട്ട് പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, ഞാൻ ആവർത്തിച്ചാൽ ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് അപ്പോഴാണ് ആശ്വാസമായത്. എന്നാൽ അവൻ പണിഷ്മെന്റ് എന്ന പോലെ ഏറ്റെടുക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. ഔട്ടായി. അവൻ മനസ്സിലാണെങ്കിൽ ആ അറ്റാക്ക് ഫാനു അന്ന് തടഞ്ഞിട്ടായിരുന്നെങ്കിൽ അവന് നല്ല പരിക്ക് പറ്റിയേനെ. ഷൂയി അത് തന്നെയാണ് പറയുന്നത്. അതിന് ഫാനു നിന്റെ ഡിസിപ്ലിനെ ഹർട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന തോൽവിയാണ് ഇനി കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് പ്രതീക്ഷയുണ്ട്, അവരാണെങ്കിൽ നമുക്ക് വിജയിക്കണം എന്ന് പറഞ്ഞിട്ട് അവളോട് 15 സെക്കൻഡ് മാത്രം പിടിച്ചെടുക്കാനായിട്ട് പറയുവാണ്. എന്നിട്ട് അവൾ എന്തോ ചെയ്യുവാണ്. ശൗശൗ അതിനായിട്ട് തന്നെ ഹുവാനിയുടെ തടയാനായിട്ട് നൽകുന്നു. എന്നാൽ അവന് 32 ലെവല് 3 സോൾഡറിങ് വിജയിക്കാൻ 20% ചാൻസ് അവനാണെന്ന് പറഞ്ഞ് അറ്റാക്കിന് വരുന്നു. എന്ന് സെക്കൻഡ് സോൾ സ്കിൽ ഉപയോഗിക്കുകയാണ് ഫർണൈസ് ഷോക്ക്. അതിൽ നേരെ വന്നിടിച്ച് അവൻ്റെ അട്ടപ്പള്ളവി. ഇതേ സമയത്ത് വാങ്ഡോങ് എന്തോ ചെയ്യുവാണ്. അവൻ പല വഴിക്ക് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, അതെല്ലാം അവൾ തടഞ്ഞു. ഇടയ്ക്ക് സ്കിപ്പായി പോയെങ്കിലും അതും തടഞ്ഞു. എന്നാൽ അവളുടെ സോൾ പവർ കുറയാണ്. അവൾക്ക് 22 ലെവല് മാത്രമാണ് ഉള്ളത്, എന്നാൽ ഹുവാനിക്ക് 32. ഇടയിൽ സോൾ പവറിൻ്റെ കാര്യത്തിനും വ്യത്യാസമുണ്ട്. അവൻ 3ാമത്തെ സ്കില്ല് ഉപയോഗിച്ച് വന്ന് ഫോഴ്സിൽ തള്ളുമ്പോൾ അത് അവൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ബാക്കിലോട്ട് പോവാണ്. അവസാനം അവിടെ തെറിച്ചു പോകും എന്ന അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഹുവാനി തെറിച്ചു പോയി. നോക്കുമ്പോൾ വാങ്ഡോങ് സോൾ പവർ ശൗശൗവിന് കൊടുത്ത്. എന്നാൽ അപ്പോൾ തന്നെ അവളും ബോധം കെട്ട് വീണു. എന്നാൽ വാങ്ഡോങ് ഉണ്ടല്ലോ പെട്ടെന്നാണ് കാലാവസ്ഥയൊക്കെ മാറാനായിട്ട് തുടങ്ങിയത്. സംഭവം 2 സോൾ റിങ് കൂടി ചേർത്ത് സ്വന്തമായിട്ട് ഫ്യൂഷൻ സ്കില്ല് ഉണ്ടാക്കിയാണ്. അതിൻ്റെ പേരാണ് ഫ്യൂഷൻ റിങ്. സോൾ പവർ ചേർത്തുണ്ടാക്കുന്നത് ഫ്യൂഷൻ സ്കില്ലും, അല്ലെങ്കിൽ സ്പിരിറ്റ് ഫ്യൂഷന് റിങ് ചേർത്തുണ്ടാക്കുന്നത് ഫ്യൂഷൻ റിങ്, മാർഷൽ സോൾ ചേർത്തുണ്ടാക്കുന്നത് മാർഷൽ സോൾ ഫ്യൂഷൻ സ്കിൽ. 1000 വർഷം പ്രായമുള്ള സോൾ റിങ്ങാണ് ഇവ. രണ്ടും കൂടി ചേർത്ത് യങ് പ്രായത്തിൽ തന്നെ ഈ സ്കില്ല് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്ന് എൽഡർ യുവാൻ അവൾ നേരെ വിൻഡ് കട്ടർ, അത് അത്രയ്ക്കും പവർഫുൾ ആയതാണ്. അവന് നേരെ വിട്ട്. എന്നാൽ പെട്ടെന്നാണ് എന്തോ ഒരു സ്കില്ല് വെച്ച് അത് വന്ന് ബ്ലോക്കാക്കി ബ്രേക്കും ആയത്. ഫായി എനിക്ക് ജീവനുണ്ട് എന്ന് ഹുവാന്യു. അത് എൽഡർ യുവാൻ്റെ ആണെന്ന് മനസ്സിലായി. അവൻ തോറ്റു. അതുകൊണ്ട് തന്നെ അങ്ങനെ ടീം ഹു യുഹാവ് വിജയിച്ചു. അങ്ങനെ നിലക്കെയാണ് ശ്രക്ക അക്കാഡമിയിലെ ഡീൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററായ ഷാവോഷി വരുന്നത്. ഷൂയിനോട് എക്സലൻ്റായ 2 ഡിസിപ്ലിനെ പഠിപ്പിച്ചെടുത്തത് ഔട്ടർ കോർട്ടിലേക്കുള്ള കോർ ഡിസിപ്ലിനായിട്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന് ഷാവോഷി പറയുമ്പോൾ അതിലൊന്ന് യുഹാവയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ യുഹാവ ഒരു വീക്കായ ഒരുത്തൻ എന്ന രീതിയിലാണ് പറയുന്നത്. അവന് ഒരു സോൾ റിങ്ങാണുള്ളത്, അത് 10 വർഷമുള്ളത്. അവൻ്റെ മാർഷൽ സോളിന് പറ്റിയ സോൾ റിങ് ബീസ്റ്റുകൾ അതൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്.
അതുമല്ല അവ എടുക്കാനുള്ള സ്ട്രെങ്ത് ആ സ്കില്ല് ഉപയോഗിച്ചാൽ പോലും അവനെ കൊണ്ട് കഴിയണമെന്നില്ല. അവൻ കൾട്ടിവേഷൻ ചെയ്ത് സ്ട്രോങ് ആകാൻ കഴിയില്ല എന്ന് ഉറച്ചു തന്നെ ഡീ പറയുമ്പോൾ ഷോയി മനസ്സിലാണെങ്കിൽ അവനൊരു സ്പിരിച്വൽ സോൾ മാസ്റ്റർ ആണ്. അത് വളരെ റെയർ ആയ സോൾ മാസ്റ്റേഴ്സ് എങ്കിലും അവനൊരു വീക്കാണ് എന്ന് എല്ലാവരും കരുതും. അവൻ വളരെ ചാൻസ് അത് ലിമിറ്റാണെന്ന് ഡി അത് കേട്ട് ഫാനുവിന് ദേഷ്യം വന്നെങ്കിലും കുഴപ്പമില്ല അവനൊരു വീക്കാണെന്ന് നിങ്ങൾ കരുതുന്നു. മാർഷൽ സോൾ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എടുത്തില്ലെങ്കിലും സോൾ ഗൈഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവനെ വളർത്തിയെടുക്കും. എല്ലാവരുടെ മുന്നിൽ ഒരു നാർ അവന്റെ വാല്യൂ ഞാൻ കാണിക്കും. ഫാനുവിന്റെ മാസ്റ്ററാണ് എന്ന് പറയുകയാണ്. ഇപ്പൊ രണ്ടുപേരാണ്, ഷോയും ഫാനിയും. പിന്നെ ഷബിയും ഉണ്ട്. അവനൊരു കോർ ഡിസിപ്പിളാണ്, എനിക്ക് വേണം. ഷോയ്ക്ക് അതായിട്ട് ഹാപ്പിയാണ്, കാരണം യുഹാവനോട് ഫാനുവിന്റെ ഡിസിപ്പിൾ ആയാൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞല്ലോ. എന്റെ വഴി കൂടി അവനെ വളർത്തിയെടുക്കും. ഷാവോഷി അത് പാടായതുകൊണ്ട് ഡീനെന്നോ അല്ലെങ്കിൽ യാൻറ്റാൻ എന്നോ പറയാം. ഷോയി ഫാനുവിനോട് എനിക്ക് 3 വർഷം ഞാൻ അവനെ പഠിപ്പിച്ചെടുക്കും. അവനൊരു ബേസ് കിട്ടിയാൽ സോൾ ഗൈഡിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കോർ ഡിസിപ്പിൾ ആയിട്ട് എടുത്തോ. ഫാനു അത് സമ്മതിച്ചു. മാർഷൽ സോൾ ഡിപ്പാർട്ട്മെന്റിൽ അവന് കോർ ഡിസിപ്ലിനായിട്ട് വേണ്ട. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് അവർ ഫ്യൂച്ചർ റിഗ്രറ്റ് ചെയ്യും എന്ന് ഷോയി മനസ്സിൽ ആലോചിക്കുകയാണ്. ഷോയി അവരെ ചെക്ക് ചെയ്തിട്ട് വാങ്ഡോങ്ങിനോട് കുഴപ്പമില്ല എന്ന് ഷൗഷോവിന് അല്പം സീരിയസ് ആണ്. അവളുടെ സ്ട്രെങ്ത് കുറഞ്ഞുപോയി, കുറച്ച് ദിവസം റെസ്റ്റ് വേണം. എന്നാൽ അവർക്ക് ഇനിയും മാച്ചസ് ഉണ്ട്. വാങ്ഡോങ് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുമ്പോൾ ഇല്ല ഞാനുണ്ടാകും എന്ന് പറയുകയാണ്. ഷൗഷോവിന് വേണ്ടി നമ്മളെ മാച്ച് ജയിക്കും. പിന്നെ അവർ പോയിട്ട് കൾട്ടിവേഷൻ ചെയ്യുന്നു. അതിനുശേഷം എലിമിനേഷൻ റൗണ്ടിൽ ഫൈനൽ മാച്ചിലേക്ക് പോവുകയാണ്. അവരുടെ സ്റ്റാർട്ടായതും കാണിച്ച് അവരെ അങ്ങനെ അടിച്ചിട്ട് അവരും തോൽവി സമ്മതിച്ചു പോകുന്നു. അതിൻ്റെ ശേഷം യുഹാബോ ടാങ്സെറ്റിലെ ആ സ്കില്ലായത് ട്രെയിനിങ് ചെയ്യുവാണ്. അവൻ്റെ അമ്മയോട് മനസ്സിലായി ഞാൻ ഇപ്പോൾ ട്രൂ സോൾ മാസ്റ്ററായിട്ട് ടോപ്പ് 4 കയറി. ഏതാണ് എക്സാമിൻ്റെ ടോപ്പ് 4. ഞാൻ ഇനിയും ട്രെയിനിങ് ഹാർഡായിട്ട് ചെയ്യും. ഒരു സ്ട്രോങ് ആയ ആളാകും. എല്ലാത്തിനും റിവഞ്ച് ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് ജയിച്ചവരുടെ അവിടെ നിർത്തിയിട്ട് ഡീൻ സംസാരിക്കുന്നു. അപ്പോൾ വാങ്ഡോങ് പറയുന്നത് മാർഷൽ സോൾ ഫോണിക്സ് ആണ്. ഔട്ടർ കോർട്ടിലെ ഒരു സ്ട്രോങ് ആയ ആള് തന്നെയാണ് ഈ ഡീൻ എന്ന് പറയുവാണ്. ഡീനാണെങ്കിൽ നിങ്ങളാണ് ഈ 100 വർഷത്തിനിടയിൽ കണ്ട ടാലൻ്റുള്ള സോൾ മാസ്റ്റേഴ്സ്. അടുത്ത മാച്ച് ഞാനും കാണും. അവസാനം ജയിക്കുന്നവർക്കൊരു സർപ്രൈസ് കൂട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ വോട്ട് അത് നോക്കുവാണ്, ആരൊക്കെയാണ് ഫസ്റ്റ് മാച്ച് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നോക്കിയിട്ട് ആദ്യം ടീം ഡൈഹുവാബിൻ ആളെ കണ്ട് ഷോക്കായി പോയി. അതിലെ ഡൈഹുവാബിൻ ആരാണെന്നാൽ അവൻ്റെ ഹാഫ് ബ്രദറായിട്ട് വരും. ഡൈഹ അവൻ്റെ മകനാണ്. അവൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായത് അതിലിവന് ഒരു പങ്കുണ്ട്. അവനെ കണ്ട് ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ വാങ്ടോങ് തട്ടി വിളിച്ച് യുഹാവന് മനസ്സിലായി ഡൈഹുവാബിനായിരിക്കും ചാമ്പ്യനാകുമെന്ന്. കാരണം അവൻ്റെ മാർഷൽ സോൾ വൈറ്റ് ടൈഗറാണ്. എന്നാൽ ഈ സ്ഥാനത്ത് ഇപ്പോൾ ഞാനുണ്ട്, ഉറപ്പായും വിജയിക്കും. അതിനുശേഷം അവരുടെ സെമി ഫൈനല് ആ മാച്ച് സ്റ്റാർട്ടായി. ഇതിൽ യുഹാവ വേറെ ടീമിനെയും അതുപോലെ തന്നെ ഡൈഹുവാബിൻ മറ്റൊരു ടീമിനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും ജയിച്ച് അവരാണ് ഫൈനലിലേക്ക്. വൈകുന്നേരം അവർ പോകുമ്പോൾ വാങ്ടോങ് കാര്യം ചോദിക്കുകയാണ്, നിനക്ക് ഷ്രെക്ക് 7 ഡബിൾസിലെ ആദ്യമായിട്ടുണ്ടായിരുന്ന ലീഡറിനെ അറിയാമോ? അതാണ് ഗോഡ് ഓഫ് വാർ ആയ ഡൈമുബായ്. അതൊരു ലെജൻഡാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ നിനക്ക് ഡ്യൂക്ക് ഓഫ് വൈറ്റ് ടൈഗർ മാൻഷനെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വാങ്ടോങ് പറഞ്ഞു തുടങ്ങുകയാണ്. സംഭവം വൈറ്റ് ടൈഗർ അതെന്നത് റോയൽ ഫാമിലിയാണ്. 7 സ്ട്രോങ്ങസ്റ്റായ സെക്റ്റുകൾ ചേർന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷിങ്ലു എംപയറിനെ ഒരു വാറിനിടയിൽ. എന്നാൽ അടുത്ത തലമുറ അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ടാലന്റ് മങ്ങി. അതുകൊണ്ട് തന്നെ സുപ്രീം കമാൻഡറിന് ത്രോണ് കൊടുത്ത്. ഇതെല്ലാം നടക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുൻപാണ്. അതാണ് ഈ ഡൂക്ക് മാൻഷൻ അല്ലെങ്കിൽ ഡൈ ക്ലാൻ. ഡൈഹോബിന്റെ മാർഷൽ സോൾ മുബൈനെ പോലെയാണ്. അവന്റെ ഹാൾ ബ്രദറാണ് എന്നുകൂടിയും പറയുവാണ്. അത് ചോദിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ഒന്നാണ് എൻ്റെ അച്ഛൻ. അവൻ്റെ അമ്മ സന്തോഷമായ ഒരു ലൈഫാണ് ജീവിക്കാൻ വിചാരിച്ചത്. എന്നാൽ അവിടെയുള്ള എല്ലാവരും വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. രാപ്പകലിൻ്റെ ജോലി മാത്രം ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഫുഡോ റെസ്റ്റോ ഒന്നും കൊടുത്തിരുന്നില്ല. യുഹാവ വെളിയിൽ തുണി കൊണ്ടിടുന്ന സമയത്താണ് ഒരു സോൾജർ വന്നിട്ട് അവനെ അടിക്കുന്നു. അവരുടെ യങ് മാസ്റ്റർ വരുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത് ഡൈഹോബിനാണ്. പിന്നെ അടിക്കാനായിട്ട് വന്നപ്പോൾ അത് യൂണർ ആയിട്ട് വാങ്ങി. തിരിച്ച് പറയാൻ കഴിയില്ല, കാരണം യൂണർ ഒരു മെയ്ഡ് മാത്രമാണ്, അവർ സോൾജേഴ്സാണ്. ഡൈഹോബിനാണെങ്കിൽ കൂടി കുറച്ചുകൂടി ഹാർഡായിട്ട് അടിക്കുക, അതും കേൾക്കണം എന്ന് പറഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ക്രൂവലായിട്ട് അടിക്കുകയും ചെയ്യുന്നു. അവസാനം യൂണറ മയങ്ങി വീഴുവാണ്. അവരവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വയ്യാതെ മരിക്കുകയാണ് ചെയ്തത്. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉറപ്പായി റിവഞ്ച് ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ഉണ്ട് അവിടെ ഒരു വളരെ സ്ട്രോങ് ആയ ഒരു ഔറ, ഒരാളുടെ പ്രസൻസിൽ ഒരു സൗണ്ട് യുഹാവന് കേട്ടു. എന്നാൽ പെട്ടെന്ന് അത് മാറുകയും ചെയ്ത്. വാങ്ടോങ്ങിനോട് ആ സൗണ്ട് കേട്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. അവൻ കേട്ടു, ഒരു വയസ്സായ ഒരാളുടെ. വാങ്ടോങ് കേൾക്കാതെ അവൻ മാത്രം കേട്ടത് എങ്ങനെയാണെന്ന് ഒരു സംശയം. വാങ്ടോങ് അവനോട് മിക്കവാറും ഇല്യൂഷനാകും, നീ ഒരുപാട് ടെൻഷനിലാണ് എന്ന് പറഞ്ഞ് അത് വിട്ടുകളഞ്ഞ്. ഒരു കാര്യം ചെയ്യാം, അവനോട് ഇപ്പോൾ തന്നെ ചോദിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല, ഇത് ഷ്രെക്ക് സോളാണ്, എൻ്റെ റിവഞ്ച് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. മാച്ച് വരട്ടെ, അവനെ തോൽപ്പിച്ച് കാണിക്കും. ഒരു നാൾ എൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. പിന്നെ അവിടെ നിന്ന് പോവാണ്. അവിടെ വെച്ച്
ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.